Hi all, this is Vaishnavi and കോളേജിൽ പോകാൻ എക്സൈറ്റഡ് ആണോ? എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. എന്തുവാ ഇനി വലിയ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ആവാൻ പോണ്. ആനന്ദം, ഹൃദയം, പടക്കളം അങ്ങനത്തെ പല സിനിമാസും കണ്ട് എല്ലാവരും ഭയങ്കര ബൂസ്റ്റായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്? കോളേജിൽ പോയിട്ട് വേണം അടിച്ച് പൊളിക്കാനെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോടാണ് ഈ വീഡിയോ. നെക്സ്റ്റ്, അപ്പോൾ if you want to survive the first year of college in the best way, make sure you watch this video to the end. കാരണം ഞാൻ അതിനകത്ത് 7 ടിപ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 7 ടിപ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് അതിൽ കൂടുതൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വാച്ച് ദിസ് വീഡിയോ ടു ദി എൻഡ് ആൻഡ് എനിവേസ് നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് വൺ, സെറ്റ് യുവർ പ്രയോറിറ്റീസ് സ്ട്രേറ്റ്. എന്നുവെച്ചാൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ വേണം ഒരു പേപ്പർ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി നോട്ട് ഡൗൺ ചെയ്യുക. കാരണം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റീസ്. നിങ്ങൾക്ക് നല്ലൊരു ലൈബ്രറി വേണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ പാതിരാത്രി വരെയൊക്കെ പഠിക്കാൻ പറ്റുന്ന ലൈബ്രറീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് വേണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ആ ഒരു ഫെസിലിറ്റീസിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കൾച്ചറൽസിന് പ്രിഫറൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അക്കാഡമിക്സിന് പ്രിഫറൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദാറ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ക്രിയേറ്റ് എ ലിസ്റ്റ് ആൻഡ് അതനുസരിച്ച് വേണം നിങ്ങളുടെ കോളേജ് ചൂസ് ചെയ്യാൻ. ദാറ്റ് ഈസ് ദി നമ്പർ 1 ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഇതനുസരിച്ച് നമ്മൾ ചെയ്യാത്തപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു കാര്യമേ എല്ലാവർക്കും ഞാൻ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം എടുത്താൽ എനിക്ക് നല്ലൊരു ലൈബ്രറി വേണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇയർ അവിടെ പോയപ്പോഴത്തേക്ക് അവരുള്ള ലൈബ്രറി റീനോവേറ്റ് ചെയ്യാനും പിന്നെ അവിടെ 5 മണി കഴിഞ്ഞ് നമുക്ക് ആ ലൈബ്രറിയിൽ അവർ പൂട്ടിയിട്ട് പോകും. അപ്പോൾ എൻ്റെ താല്പര്യത്തിൽ എന്തോ നമ്മളിങ്ങനെ ഭയങ്കര പാതിരാത്രി വരെയൊക്കെ ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ തലയിൽ. പക്ഷേ അതൊന്നും ഞാൻ അന്ന് നോക്കിയില്ലായിരുന്നു. അവസ്ഥയ്ക്ക് ഓക്കെ ഫൈൻ, കിട്ടിയതല്ലേ എന്നുള്ള രീതിക്കാണ് ഞാൻ പോയത്. പക്ഷേ നിങ്ങൾക്ക് അതൊക്കെ ഒരു പ്രയോറിറ്റി ആണ്. നിങ്ങൾ ശരിക്കും അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പോകുന്ന കോളേജിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന്. കാരണം നിങ്ങൾക്ക് ഒരു കോളേജിലൊക്കെ ഉള്ളൂ. ആൻഡ് ഇഫ് യു ഡോണ്ട് ലവ് നൗ ദർസ് എ ചാൻസ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇനിയും വരാനും നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. പക്ഷേ അപ്പോൾ ഈ ഉള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. കാരണം ഇപ്പം നിങ്ങൾ ഈ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് തിരിച്ച് വരാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അല്ലെ, ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എങ്ങനെ എടുക്കാം, ഏറ്റവും ബെസ്റ്റ് ചോയ്സസ് ഹൗ ടു മേക്ക് വൺസ് യു സ്റ്റാർട്ട് യുവർ കോളേജ് ഒക്കെയാണ് ഈ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കോളേജ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പഠിക്കാൻ തന്നെയാണോ നിങ്ങൾ പോകണമെന്ന് നോക്കുക. ടിപ്പ് നമ്പർ 2, ചൂസ് യുവർ കോഴ്സ് വൈസ്ലി. കാരണം ഇപ്പോൾ വീട്ടുകാർ പ്രഷറൈസ് ചെയ്തിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ പറയുക ആൻഡ് യു ആർ ലൈക്ക് ഓക്കെ ഫൈൻ, അതെന്തെങ്കിലും ആവട്ടെ അതെടുക്കുക, ആ ഒരു രീതിക്കാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു റൊമാൻറ്റിസൈസ് ഇറ്റ്. എന്നുവെച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക, ലൈക്ക് ആ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, ലൈക്ക് ആ ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ആൻഡ് എവറിത്തിങ് ആർ സറൗണ്ടിങ് ദാറ്റ്, important people in that, people famous in that, and how did they get to rise to success and all of that. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മോട്ടിവേഷൻ ആൻഡ് നമുക്കൊരു എസ്റ്റീം തോന്നും, സ്വയമായിട്ട് ഒരു എസ്റ്റീം തോന്നും ആ ഒരു സബ്ജക്റ്റിനോട്. ആൻഡ് ദെൻ ദാറ്റ് വുഡ് ഫോഴ്സ് us or that would motivate us to study well. Like study well or as in study with interest. അപ്പോൾ gain interest in your subject or course if you are forced, or else if you are not forced. നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. വീട്ടുകാരൊക്കെ ഓക്കെ ഫൈൻ മോളെ നിനക്ക് ഇഷ്ടമുള്ളത് നീ പഠിച്ചോ എന്നുള്ള രീതിക്കാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ചൂസ് എ കോഴ്സ് വൈസ്ലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെയാണോ നിങ്ങൾ പഠിക്കുന്നതെന്ന് നിങ്ങളൊരു ഇതുണ്ട് നോക്കുക. അപ്പം ഞാനിത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നമ്മുടെ പ്രസൻറ്റിൽ നമ്മളൊരു ബേസിക് മിനിമം 10 years അല്ല, മാക്സിമം 10 years to 5 years വരെ ഉള്ള ടൈം സ്പാനെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ എത്രയോ പേര് അവർ ഏതാണ്ടൊക്കെ പഠിച്ചിട്ട് ഏതാണ്ടൊക്കെ ജോലി ചെയ്യുന്നു. അതും ദേ മൈറ്റ് ബി ഹാപ്പി ഇൻ ദാറ്റ് ഓൾസോ. അത് നമ്മൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യേണ്ട, നമുക്ക് വരാനുള്ള നല്ല കാര്യങ്ങൾ തന്നെ നമുക്ക് വരും. പക്ഷേ അറ്റ് ദിസ് പോയിൻറ്റ് ആൻഡ് നിങ്ങൾ ഇഫ് യു സീ യുവർ സെൽഫ് വർക്കിംഗ് ഇൻ ദാറ്റ് ഫീൽഡ് ഫോർ ദ നെക്സ്റ്റ് 15 to 30 years, 20 years or 30 years, and also if you find yourself really enjoying whatever you're studying, or if you really like what you're doing, please pursue that. Okay, അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക ആദ്യം. കാരണം എല്ലാ ഫീൽഡിലും എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. എല്ലാം നമ്മൾ തപ്പിപ്പോകാത്തതിന് മാത്രമാണ് നമ്മൾ ഈ പോപ്പുലറൈസ് ചെയ്തേക്കുന്ന എന്തുവാ എൻജിനീയറിംഗ്, ഡോക്ടർ ആൻഡ് UPSC അങ്ങനത്തെ കുറച്ച് ഏരിയാസെക്കുറിച്ച് മാത്രം എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് തോന്നുന്നത്.
പല ഓപ്പർച്യൂണിറ്റീസും പല മേഖലയിലും ഉണ്ട്. നിങ്ങൾ കുറേ കരിയർ കൺസൾട്ടൻസിനെ കാണുക. അക്കോർഡിംഗ് ടു യുവർ ഇൻട്രസ്റ്റ് അവർ പറയും ഇന്ന മാതിരി ഇത് ചൂസ് ചെയ്യുക, അത് ഷെഫ് ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ടേസ്റ്റും ടാലൻറ്റ് അനുസരിച്ചിട്ട് അവർ പറയും. ഇഫ് യു വോണ്ട് ഗോ കൺസൾട്ട് എ കരിയർ consultant, if you're confused about it, make sure that you do that also. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്തുതരാം. ഓക്കെ, നമ്പറൊക്കെ പറഞ്ഞുതരാം. എനിവേസ് അത് കഴിഞ്ഞ് നിങ്ങളുടെ കോഴ്സ്. അപ്പോൾ എന്താ ഫസ്റ്റ് പോയിൻറ്റ് മേക്ക് ഷുവർ യുവർ കോളേജ് സെറ്റ് യുവർ പ്രയോറിറ്റീസ്. ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ അറിയുക. അത് 2 points. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും പോകുന്ന സ്ഥലത്ത് പല ഒരു വേറിഡ് ഡെമോഗ്രഫി എന്നുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ഇൻസൈഡ് കേരള ആണെങ്കിലും ഔട്ട്സൈഡ് കേരള ആണെങ്കിലും എവിടെ ആണെങ്കിലും യു വുഡ് ബി മീറ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം വെരി ഡിഫറെൻറ്റ് ഏരിയാസ്. നിങ്ങളുടെ ആ ചുറ്റുവട്ടം നിങ്ങൾ ആ ഒരു 12, 10, 20 കിലോമീറ്ററിലുള്ള ആൾക്കാരെല്ലാവർക്കും അവിടെ വരാൻ പോണേ. അതിലും പല കാര്യങ്ങളും അറിഞ്ഞിട്ടും അല്ലെ അവരുടെ ആ ഒരു സർക്കംസ്റ്റാൻസസ് വെച്ച് പല കാര്യങ്ങളും പഠിച്ചിട്ടും അവരുടെ ആ ഒരു ഫ്രീഡം കാരണം അവർ പല കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ദർ ഇസ് എ ചാൻസ്, ഇഫ് യു ആർ ഓൾറെഡി ഡീലിംഗ് വിത്ത് കോൺഫിഡൻസ് ഇഷ്യൂസ്, സെൽഫ് എസ്റ്റീം ഇഷ്യൂസ്, ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു മൈറ്റ് ഫീൽ ഓവർവെൽംഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എന്തുവാ, ശരി ഞാൻ പോരല്ലേ, ഇത് എന്തുവാ ഇത് ഇവരുടെ കവിതയൊക്കെ എഴുതിയ പിള്ളേർ, ആ രീതിക്കൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് യു ആർ എക്സാക്ട്ലി ദർ. നിങ്ങൾ ആ ഒരു സ്ഥലത്തുള്ളത് അവിടെ അവനാണ്. ലൈക്ക് യു ആർ എക്സാക്ട്ലി വേർ യു ഹാവ് ടു ബി. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ പറ്റുന്ന പോലെ ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. ഇനിയും എൻ്റെ ഉള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു മാക്സിമം പൊട്ടൻഷ്യൽ വെച്ച് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു രീതിക്ക് വേണം അവിടെ നിൽക്കാൻ. കാരണം അവിടെ പല നമ്മളിതൊക്കെ കാണുമ്പോഴത്തേക്ക് ദേഴ്സ് എ ചാൻസ് നമ്മൾ ഓവർവെൽംഡ് ആവും. ആൻഡ് നമുക്കിങ്ങനെ ഇത് സെൽഫ് എസ്റ്റീം ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെങ്ങനെ കമ്പാക്ട് ചെയ്യുന്നത് വെച്ചാൽ യു ഷുഡ് ഹാവ് ദിസ് ഐഡിയ ദാറ്റ് യു ആർ എക്സാക്ട്ലി വേർ യു ഹാവ് ടു ബി. ഇതെല്ലാം നമുക്കൊരു ചവിട്ടുപടിയാണ് ഫോർ സക്സസ് എന്ന് കണ്ടാൽ മാത്രം മതി. ആൻഡ് നിങ്ങളിപ്പോൾ ഇഫ് യു ഫീൽ പക്ഷേ ഞാൻ പണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ പൊട്ടൻഷ്യലിൽ, ഈ പിള്ളേരൊക്കെ ചെയ്തു. അപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം അപ്പം നിങ്ങൾക്കുള്ള അറിവ് വെച്ച് നിങ്ങളതൊക്കെ ചെയ്തു. അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം, നിങ്ങളുടെ ആ സാഹചര്യം വെച്ച് നിങ്ങളത് ചെയ്തു. ഇറ്റ്സ് ഫൈൻ. അത് നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇനിയുള്ളത് ചെയ്യാനാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക. അതൊക്കെയാണ് നമുക്കിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതിനുള്ള അഫർമേഷൻസ് പറയുന്നത് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസൊക്കെ വളർത്തുന്നത്. അത് കോൺഫിഡൻസ് വളർത്താൻ നമുക്ക് ഒറ്റ കാര്യമില്ല. നിങ്ങൾ ചെയ്യാമെന്ന് യു മൈറ്റ് ഹാവ് ക്രിയേറ്റഡ് എ ലിസ്റ്റ്. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതെ അടുത്ത ദിവസം എണീക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നും. ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി കുറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് കോൺഫിഡൻസ് എപ്പോഴാണ് വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതെല്ലാം ചെയ്തു, ലൈക്ക് ആ ഒരു ഫീൽ നമുക്ക് വരുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ഡിഡ് ട്രൈ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരും. ദാറ്റ്സ് ഹൗ യു ഡെവലപ്പ് കോൺഫിഡൻസ്. ആൻഡ് അങ്ങനെയാണ് നിങ്ങൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെയ്റ്റ് ലോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഒരു വർക്കൗട്ട് ചെയ്തു, നാളെ ഇതേ വർക്കൗട്ട് ചെയ്തു, മറ്റന്നാളെ ഇതേ വർക്കൗട്ട് ചെയ്തു, പക്ഷേ എനിക്ക് റിസൾട്ടൊന്നും കാണുന്നില്ല. ഞാൻ അപ്പുറേ കിടന്ന് കരയാണെങ്കിൽ വാട്ട് ഷുഡ് ഇറ്റ് ബി ലൈക്ക്? ഞാൻ ഇത്രയും ദിവസം ചെയ്തു, ഇതെൻ്റെ ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതും നമ്മൾ പോസിറ്റീവായിട്ട് ഫ്യൂച്ചറിന് ചിന്തിക്കുന്നതും. അപ്പം ഞാനിപ്പോൾ 3-ാമത്തെ ദിവസം കിടന്ന അയ്യോ ഇതെന്ത് പോയത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും വരുന്നില്ലല്ലോ, ഡേറ്റൊക്കെ ചെയ്തിട്ടൊന്നും വരുന്നില്ല, 3 ദിവസം പഞ്ചസാര കഴിച്ചിട്ട് എന്നുള്ള രീതിക്ക് ഞാൻ നിൽക്കുമ്പോൾ അപ്പം ഞാൻ ഷുഡ് ബി ലൈക്ക്, ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ ഐ ബിൽഡ് മൈ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്. അപ്പം നിങ്ങൾ സ്വയം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വരും. നിങ്ങൾ ഇതേ കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യു. ഓക്കെ, എല്ലാം സെറ്റാവുള്ളത് നമുക്കത് സാധിക്കും. അത് കഴിഞ്ഞ് സ്കിൽസ് ആൻഡ് ഹോബീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാർട്ടായിട്ട് വരുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ കൂട്ടത്തിൽ പാർട്ടായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് സ്കിൽസ് ആൻഡ് ഹോബീസ്. സോ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു വർക്ക് ഓൺ ദാറ്റ് ഓൾസോ. അപ്പോൾ സ്കിൽസ് ആൻഡ് ഹോബീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി ഇറ്റ്
വാട്ട് എവർ ബ്രോ. ഫിറ്റ്നസ് ഞാൻ ഒരിക്കലും എനിക്ക് അറിഞ്ഞൂടാ. ഫിറ്റ്നസ് എനിക്കൊരു ഹോബി ആയിട്ട് തോന്നിയിട്ടില്ല. ഐ തിങ്ക് ദറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവ്രി വൺ. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എനിക്കൊരു ഹോബിയായിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കറിഞ്ഞൂടാ. Even though that's not a hobby, you should make it a part of your life. Okay, hobby ആയിട്ടുള്ള ആൾക്കാർ make sure that you learn more about it and all of that. Okay, ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫൈനാൻസ്, കോണ്ടൻറ് ക്രിയേഷൻ, റൈറ്റിംഗ്, ലേണിംഗ് എന്ന് പറയേണ്ട ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള താല്പര്യമുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കുക ആ ഒരു സമയത്തിരുന്ന്. ബി ഇറ്റ് ഡാൻസിങ്, സിംഗിങ്, ഡ്രോയിങ്, സ്കെച്ചിങ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഇവൻ ഇഫ് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു യുവർ കോഴ്സ്, പ്ലീസ് ട്രൈ ദാറ്റ്. ആൻഡ് ദെയർസ് എ ചാൻസ് ദാറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോക്കസും ആ ഒരു റെസിലിയൻസും ഒക്കെ കയറി വരും. വെൻ യു ആർ പ്രാക്ടീസിങ് ഇറ്റ് എവറി ഡേ, ട്രൈങ് ടു പെർഫെക്റ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റും ടാലൻറ്റും ഒക്കെ മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എക്സ്പെർട്ടീസ് നേടുന്നുണ്ടോ, നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ടാലൻ്റ് ഉണ്ടോ, എനിക്കിത് ഇങ്ങനെ ഈ ഒരു മോഡലാണ് ചേരുന്നത്, ആ ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ചേരുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഐഡിയാസ് വരും. ഓക്കെ, അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു വർക്ക്. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം, ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മിനിമം 1 വീക്കെങ്കിലും ഒരു കാര്യം എടുത്ത് മിനിമം 1 വീക്കെങ്കിലും ചെയ്തിരിക്കണം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് നമ്മളെ കൊണ്ട് കൂട്ടുന്ന കാര്യമാണോ. അത് കൂടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിനി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ട്, എനിക്കറിയാം നിങ്ങൾക്കുണ്ടെന്ന്. അതുകൊണ്ട് അതൊക്കെ ഓരോന്നോരോന്ന് വെച്ച് ചെയ്യുക. ആരെയും പേടിക്കേണ്ട. നമ്മളെ താഴ്ക്കാൻ ആരുമില്ലെങ്കിൽ നമ്മളെ ഉയർത്താനും ആരുമില്ല. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇഫ് ദർ ഇസ് നോ വൺ ടു പുഷ് യു ഡൗൺ, ദർ ഇസ് നോ വൺ ടു പുഷ് യു അപ്പേഴ്സ്. നിങ്ങളാരും നിങ്ങളാരും ഇങ്ങനെ കൊണ്ടുപോകത്തില്ല. മനസ്സിലായോ? ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ? എനിവേസ് നിങ്ങളെ ആരും നിർത്താൻ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ വലുതായിട്ട് മൈൻഡ് ചെയ്തിരിക്കുക. കാരണം നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഡാൻസ് കളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഡാൻസ് കളിക്കുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, അത് ആ ഒരു രീതിക്ക് വരത്തുള്ളൂ. ആ ഒരു തേർഡ് പേഴ്സൺ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ആ സൈഡിൽ നിന്ന് എന്തൊരു ഈ കൊച്ചൻ കാണിക്കണത് എന്നുള്ള രീതിക്ക് നിൽക്കുന്നത്. ഓക്കെ, എനിവേസ് ലേൺ ടു ഹാവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തോ കാര്യം എടുത്താലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൊടുക്കുക. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ ഡാൻസിങ് തന്നെ, പക്ഷേ ഞാനൊക്കെ ഡാൻസ് കളിച്ച മാക്രി കിടന്ന് കളിക്കുന്ന പോലെ ആകത്തില്ലയോ എന്നൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെ ഇതൊരു നെഗറ്റീവ് ഔട്ട്ലുക്കാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യുവർ ഔട്ട്ലുക്ക് ഇസ് ലൈക്ക് ഞാൻ ഡാൻസൊക്കെ കളിക്കും, നമുക്ക് നോക്കാം, ആ ഒരു പോസിറ്റീവായിട്ട് രസമായിട്ട് എടുക്കുവാണെങ്കിൽ ഇതൊക്കെ ഒരു നമുക്കൊരു ഔട്ട്കം ഒരു പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. ഔട്ട്കം പോസിറ്റീവായിട്ട് വന്നില്ലെങ്കിലും നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഹാർട്ടിന് എടുക്കാൻ പറ്റുള്ളൂ. ഓർ എൽസ് ദെയർ ഇസ് എ ചാൻസ് ദാറ്റ് യു മൈ ടേക്ക് ഇറ്റ് പേഴ്സണലി. ആൻഡ് അത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും ഡിറ്റീരിയോറേറ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ലേൺ ടു ഹാവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്. അത് നമ്മളെങ്ങനെ ചെയ്യും, എങ്ങനെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, പക്ഷേ നിങ്ങൾ എല്ലാവരും ജനിക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റി വെച്ചായിരിക്കും എല്ലാവർക്കും ജനിക്കുന്നത്. അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഓരോ അവരുടെ ഉള്ളിൽ ഓരോ മൈൻഡ് സെറ്റ്സും ഒക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ അറ്റ് ദി സെയിം ടൈം നിങ്ങൾ സ്ലൈറ്റായിട്ട് ആ ഒരു നിങ്ങളുടെ ഇൻസൈഡ് വോയിസ് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് വിട്ടാൽ നിങ്ങളുടെ പാതി കാര്യം കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ എൻ്റെ മൈൻഡിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇഫ് ഐ ആം ലൈക്ക് അയ്യോ നമ്മളെ കൊണ്ട് ഇത്രയും വർഷം ഡാൻസ് കളിച്ചിട്ട് ഇപ്പോൾ ശരിയാത്തതാണോ ഞാൻ നാളെ കളിക്കുമ്പോൾ ഡാൻസ് നല്ലതായിട്ട് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ഷുഡ് ബി ലൈക്ക് ഇത്രയും വർഷം ഞാൻ ഡാൻസ് കളിച്ചാലും ഞാനത് ഓരോ പ്രാവശ്യം കളിച്ചപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നില്ല. അല്ലെ എനിക്ക് ഇന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലായിരുന്നു എനിക്ക് ഇന്നലെ അറിയാവുന്നത്. സോ ഇന്ന് ഞാൻ കളിക്കുമ്പോൾ ശരിയാവും, ഇന്ന് കളിച്ചില്ല ശരിയായില്ലെങ്കിൽ ഞാൻ ഇന്ന് എന്താ തെറ്റുണ്ടാക്കി നിന്നും പഠിക്കും, നാളെ നല്ലതായിട്ട് കളിക്കും. ആ ഒരു രീതിക്ക് നിങ്ങൾ നിന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നു. സോ അത് ഞാൻ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വീഡിയോ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലല്ലോ. അതെ, സോ ഗൈസ് ദിസ് ഇസ് ഇറ്റ്. ഇനി സംഭവങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയാം, കാരണം വീഡിയോ 15 minutes ഓൾറെഡി ആയി. അതുകൊണ്ട് എനിവേസ്
ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾ. എനിവേസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് അടിച്ചാൽ മതി. കമൻറ്റ് അടിച്ചില്ലെങ്കിൽ ഞാൻ കമൻറ്റ് താഴെ എഴുതിയാൽ മതി. അത് ഞാൻ ചെയ്തില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞുതരും. എനിവേസ് ലവ് യു ഓൾ.